ഇന്നത്തെ നമ്മുടെ നാട്ടിലെ വാർത്ത കണ്ടിട്ട് നിങ്ങള് കാണാൻ വയ്യട്ടോ. പോലീസുകാരെ ഗുണ്ടായിസാണ് വാർത്ത മുഴുവനും. ഇത് നോക്കി നിങ്ങള്, ലോകത്തില് കേരളത്തില് മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണത്. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിന്ന നിപ്പില് ഒരൊറ്റ അടിയ. അത് നമ്മളെ കേരളത്തിൽ മാത്രം സംഭവിക്കണം. മോന്തക്ക് അടിക്കുന്ന ഒരു പരിപാടി അത് കേരളത്തിലെ പോലീസുകാർക്ക് മാത്രമല്ല. 10-60 വയസ്സിന്റെ മുകളിലുള്ള ആളാ 5 കിലോന്റെ 2 അടി അങ്ങോട്ടാ കൊടുത്ത്. അടി നമുക്ക് ഇവിടെ കാണിക്കാൻ വയ്യട്ടോ, വീഡിയോക്ക് പ്രശ്നം വരും. അതുകൊണ്ടാണ് അയാള് കുറച്ച് ആരോഗ്യമുള്ള മനുഷ്യനായതുകൊണ്ട് എന്താക്കി അതങ്ങോട്ട് താങ്ങി നിർത്തി. ഇതെന്താ സംഭവിച്ചാൽ 2023 മെയ്യിൽ സംഭവിച്ചതാട്ടോ. ഒരു ഹോട്ടലിനോടുള്ള വ്യക്തിവൈരാഗ്യം മൂലം, അതായത് ഒരു പോലീസുകാരന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈ ഹോട്ടലിൽ എന്തോ മോഷ്ടിക്കുക, എന്തോ പിടിക്കപ്പെടുക, എന്തോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് അവരെന്താക്കി പ്രശ്നങ്ങളൊന്നും ആക്കാതെ രമ്യമായിട്ട് അത് തീർത്ത കേസാണത്. പക്ഷെ വ്യക്തിവൈരാഗ്യം ആ പോലീസുകാരന് നല്ലോണം ഉണ്ടായിന്. മൂപ്പരെന്താക്കി ഒരാളെ കൊണ്ട് കള്ളക്കേസ് കൊടുപ്പിച്ചിട്ട് ഹോട്ടൽ ജീവനക്കാരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിക്രൂരമായിട്ട് ആക്രമിക്കുന്ന രംഗാണ്ടത്. ഇതിന്റെ പുറമെ ഇത് ചോദിക്കാൻ വന്ന ഹോട്ടൽ ഉടമന്റെ മകൻ എന്താക്കി ഇവർ പിടിച്ച് ലോക്കപ്പിലിട്ട്. എന്നിട്ട് ഇത് സെറ്റിലാക്കണമെങ്കിൽ 5 ലക്ഷം ഉറുപ്പിയും ചോദിച്ചോലെ, അതും കൊടുത്ത്. അടിയും കിട്ടി 5 ലക്ഷം ഉറുപ്പിയും കൊടുത്ത്. ആരോടാണ് ചെയ്യുന്നത് നോക്കണം. വലിയ വലിയ ബിസിനസ് മാൻമാരോടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പാവങ്ങളെ അവസ്ഥ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അത് ക്യാമറിന് മുന്നിൽ നിന്ന് കണ്ട സംഭവം. ക്യാമറിന് മുന്നിൽ പെടാത്തത്ര സംഭവങ്ങൾ ഉണ്ടാവും. ഇങ്ങനത്തെ അടിയൊക്കെ കിട്ടിയല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്ര ആൾക്കാര് ആത്മാഭിമാനത്തിന് കളങ്കം സംഭവിച്ചിട്ട് ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ടാവില്ലേ. എത്ര സംഭവങ്ങൾ അറിയാതെ ആൾക്കാർ മനം നൊന്തിട്ട് കുടുംബത്തോടൊക്കെ ഒപ്പമുള്ള അവസ്ഥയിൽ കുടുംബനാഥനൊക്കെ പിടിച്ചിട്ട് ഈ തോതിൽ ആക്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ആള് എന്താ പറയാ ആകെ ഇല്ലാണ്ടായി പോലെ. എത്ര ആൾക്കാർ അങ്ങനെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും. എത്ര പാവപ്പെട്ടവരെ കുടുംബം വയ്യാതരാക്കി ഉണ്ടാവില്ല ഇവരൊക്കെ. ഇന്നലത്തെ ചാനൽ ചർച്ചയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. കേരളത്തിലെ പോലീസ് സേനന്റെ ഉള്ളിൽ 900-ലധികം പോലീസുകാർ കൊടും ക്രിമിനലുകളാണ്. അവരിന്നും സർവീസിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിങ്ങനെ അഭിമാനത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞു നടക്കുക. നോക്കണം നിങ്ങൾ. ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയാട്ടോ, കേരളത്തിലെ പോലീസുകാരെ ഈ രീതിയിലേക്ക് ആക്കി മാറ്റിയത് കേരളത്തിലെ ജനങ്ങളാണ്. വേണ്ടിയിട്ടും വേണ്ടാതെയൊക്കെ അങ്ങോട്ട് ബഹുമാനിച്ച് സാറെന്ന് വിളിച്ച് ഓരോ മുന്നിൽ ഇങ്ങനെ കുമ്പിട്ട് നിന്നിട്ട് ഓർക്ക് എന്തൊക്കെയോ അങ്ങോട്ട് തോന്നുകയാണ്. ഓവറായിട്ട് ഇങ്ങനെ റെസ്പെക്ട് ചെയ്യുമ്പോഴേ ഓർക്ക് എന്തോ തോന്നി, ആരോ ഒന്നൊക്കെ ആയി തോന്നിയിട്ട് അങ്ങനെ ചെയ്തു പോവായിരിക്കും. മറ്റുള്ള രാജ്യത്ത് നമ്മളിങ്ങനെ കണ്ടില്ലട്ടോ, സ്വന്തം വാഹനത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് പോലീസുകാരെ അഭിസംബോധന ചെയ്യുന്നത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഓര് ചിന്തിക്കുന്നത് ജനങ്ങളെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ള ജോലിയാണ് ഓർക്കുള്ളത്. ഓല മുന്നിൽ കുമ്പിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഓല അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഓൽക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ. ഓലെ മാനസികമായിട്ട് തളർത്തുകയെ കൈകാര്യം ചെയ്യൊന്നും ഉണ്ടായിട്ടില്ല. ഓരൊക്കെ ഒന്നും ജീവിച്ചിരിക്കുന്നത് അമിതമായിട്ട് അവരങ്ങോട്ട് ബഹുമാനിച്ചതുകൊണ്ടാണ് ഒരു ഇങ്ങനെ നാശമായി പോയത് നമുക്ക് പറയാനുള്ളത്. എന്താ നിങ്ങളുടെ അഭിപ്രായം?